നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കിതെങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്നേ? എന്തും വരട്ടെ, ഞാനിത് നോക്കാൻ പോവാ. അയ്യോ മോളെ, എനിക്ക് ആരുടെ സഹായം വേണ്ട. പിടിക്കാൻ വന്നിരിക്കുന്നു. വീഴാൻ പോകുന്ന ഒരാളെ വീഴാതെ താങ്ങി നിർത്തുന്നതേ വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല. അതും അറിയാതെ സംഭവിക്കുന്നു. അതാരായാലും, ദർശനയല്ല മറ്റാരാണെങ്കിലും ഞാൻ രക്ഷിക്കും വീഴാതിരിക്കാൻ. അല്ല അപ്പുജി? ആ, നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്കിനിടയില് എന്നെ പിടിച്ചിടരുത്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞവരെന്തിനാ എന്നെ രക്ഷിക്കാൻ വരുന്നത്? ഞാൻ വീഴാതെ പിടിച്ചു നിന്നില്ലേ? പെമ്പിള്ളരായാലേ കൺട്രോള് വേണം. ഓ, ഞാൻ കണ്ടു കൺട്രോളൊക്കെ. പിടിച്ചില്ലായിരുന്നെങ്കിൽ തലയിടിച്ച് വീണാനെ. അതിനെന്നെ ആരും പിടിച്ചില്ലല്ലോ. ഓ, ആ കൈവരിയിൽ പിടിച്ചില്ലെങ്കിലെന്നുള്ള കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ കണ്ടതാ അപ്പച്ചി. താഴെ പടിയിൽ നോക്കി ഇറങ്ങാതെ നമ്മൾ എന്താ സംസാരിച്ചെന്ന് അറിയാനുള്ള വെപ്രാളായിരുന്നു. എന്നെ നോയിക്കൊണ്ട് ഇറങ്ങിയത്. ഒന്നാമതേ വളഞ്ഞു പൊളഞ്ഞ സ്റ്റെയർ കേസ്. അതില് വല്ലോടെ നോയിക്കൊണ്ട് ഇറങ്ങിയാലേ നന്നായിരിക്കും. ഞാൻ ഇവിടെ നിൽക്കുന്നതണ്ടേ എന്റെ മുകളിലേക്ക് മറിയാൻ കണക്കാക്കി വീണതാ. അങ്ങനെ വീണാലും എന്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. പിന്നെ ഞാൻ നോക്കിയതേ ഗീതമാമയാ. അല്ലെങ്കിലും ഇയാളെ ആര് നോക്കുന്നു? ഇയാളോ? ഓ, കണ്ടോ പച്ചി, ഡിവോഴ്സ് ആയില്ല. അതിനു മുമ്പേ രൂപേഷേട്ടാന്നുള്ള വിളിയും മാറി ഇയാളായി. ഇനി എടാപൊടാന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഡിവേഴ്സിനെ വലിയ താമസം ഒന്നും വേണ്ടി വരില്ല. ഇന്ന് വൈകുന്നേരം വക്കീൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിവേഴ്സ് പെറ്റീഷനിൽ രണ്ടുപേരെയും കൊണ്ട് ഒപ്പിടിയിക്കാൻ. ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണോ മോളെ? ഞാനിപ്പോ രൂപേഷ് മോനോട് ആ വിഷയം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവന്റെ മുളച്ചു വന്ന കൊമ്പത്തിരി താണിട്ടുണ്ട്. ഒന്നുകൂടി സാവകാശം എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താ പോരെ? ഏതായാലും മോള് വക്കീലിനെ വിളിച്ചിട്ട് വീണ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് പറ. പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമല്ല, ഒരുപാട് ചിന്തിച്ച് തീരുമാനിച്ചതാ. മുറിയിലോട്ട് ഞാൻ കേറിയപ്പോ ഇറങ്ങിപ്പോ, ഇനി മുതൽ നിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പെട്ടെന്ന് തീരുമാനിച്ച ചെയ്തത് ഞാനല്ല. ഗീതമ്മ പറഞ്ഞതുകൊണ്ട് വക്കീലിനെ വിളിച്ച് ഇന്ന് വരണ്ടാന്ന് പറയാം. പക്ഷെ കല്യാണം കഴിയുന്ന ആ സമയത്ത് തന്നെ ഞാനും അഞ്ജനയും ഇവിടുന്ന് ഇറങ്ങും. പോകുന്നവര് പോട്ടെ, പക്ഷേ ചോട്ടൂനെ കൊണ്ടുപോകുന്ന കാര്യം നടക്കില്ല. ഞാൻ ചോട്ടൂനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പോകുന്നവരെ തനിയെ പൊക്കണം. ചോട്ടൂന്റെ കാര്യത്തിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അവള് ഞാൻ തീരുമാനിക്കുന്നതിനപ്പുറം ചലിക്കില്ല. ആഹാ ആഹാ. ഇവര് തമ്മിൽ പിരിയില്ല എന്നുള്ള എന്റെ തോന്നല് തെറ്റാ. ഇവര് ഡിവോഴ്സ് ആവാതെ നിൽക്കില്ല. അയ്യോ,
അയ്യോ അയ്യോ ഒന്ന് എണ്ണീറ്റ് മാറ്. എണ്ണിക്കാൻ ഒന്ന് എണ്ണീറ്റ് മാറാൻ. ദേഹത്ത് മറിഞ്ഞ് വീണതും പോരാ. മാറ്. അയ്യോ എണ്ണിക്ക്. എനിക്ക് 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 എന്താ ദർശന എന്താ പറ്റിയേ? നേരത്തെ ഞാൻ ഇങ്ങേരുടെ ദേഹത്തേക്ക് വീഴാൻ നോക്കിയെന്നല്ലേ പറഞ്ഞത്? ആഹാന്നും പറഞ്ഞ് ദേഷ്യത്തിൽ പടി കയറാൻ തുടങ്ങിയതാ. കാല് തെറ്റി വീണതോ പാവ എന്റെ മേലെ. ഇനിയിപ്പോ സ്കാൻ ചെയ്യണം. ഇല്ല വല്ല ഒടിഞ്ഞോന്ന്. സ്ലിപ്പായെന്നുള്ളത് ശരിയാ. എന്നെ കയറി പിടിക്കാൻ നോക്കിയിട്ടല്ല ഞാൻ ഇവിടെ കീഴ വായി നോക്കി നിന്നിട്ടും അതിന്റെ കുറ്റം എനിക്ക്. വീണെങ്കിലേ കണക്കായി പോയി. വീഴൻ ഭാര്യം കീഴ വന്ന് നിൽക്കാറൊന്നുമില്ല. അല്ല, മ്യൂച്വൽ ഡിവേഴ്സ് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോ പെറ്റീഷൻ ബലമാക്കാൻ 2 ഇൻസിഡൻസ് ആയി. എന്റെ തലയടിച്ച് പൊട്ടിച്ചതും ഇപ്പൊ എന്നെ തറയിലിട്ട് തല്ലി ചതച്ചതും. ഈശ്വര, സ്കാൻ ചെയ്യുമ്പോ മിനിമം 2 പൊട്ടലെങ്കിലും വേണേ. ഇല്ലില്ല, ഇത് ഡിവോഴ്സ് വരെ ഒന്നും പോകുന്ന ലക്ഷണമൊന്നുമില്ല. ഇത് കൂടുതൽ എടുത്തോണ്ടിരിക്കുക. എന്താ ഗീതമ്മ പറഞ്ഞത്? അല്ല, അടുപ്പില് വെന്തോണ്ടിരിക്കാന്ന് പറഞ്ഞതാ. അരിയിട്ടതേ. പോസിറ്റീവ് ആവല്ലേ, രക്ഷിക്കണേ കൃഷ്ണ. ശ്രേയ, അയ്യോ, ശ്രേയ, എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോ എനിക്ക് അർജന്റായിട്ടൊരു ഫോൺ വരും. കണ്ടില്ലേ, ഫ്രണ്ടാ നിത്യ. എനിക്ക് സംസാരിക്കാനുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിത്യോട് പിന്നെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറയും. അല്ല, അത് പറ്റില്ല. ഞാൻ പിന്നെ വരാം.